ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയിൻ സീൻസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരു കിടിലൻ എപ്പിസോഡാണ്, ആരും മിസ്സാക്കല്ല്. ഇന്നത്തെ എപ്പിസോഡിലെന്ന് പറഞ്ഞാൽ മെയിൻ ഹൈലൈറ്റ് ശ്രുതി അശ്വിന് മണ്ണിൽ ചവിട്ടി നടക്കാനും സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാനും കച്ച കെട്ടി ഇറങ്ങുന്ന ഒരു എപ്പിസോഡാണ്. എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്ന ശ്രുതിയാണ്. ശ്രുതി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിപ്പുണ്ട് അശ്വിൻ്റെ ബാത്റൂമിൻ്റെ മുന്നിൽ. അശ്വിൻ വെള്ളം തന്നിട്ട് വിളിക്കുന്ന കേൾക്കാൻ വേണ്ടി ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്ന അശ്വിനെയാണ്. അശ്വിൻ ദേഹമാകെ സോപ്പ് തേച്ച് നിൽപ്പുണ്ട്. ആ സമയത്താണെങ്കിൽ ടാപ്പിൽ വെള്ളം അങ്ങ് കുറഞ്ഞ് അവസാനം നിന്ന് പോവുകയാണ്. ഈ സമയത്ത് അശ്വിനാണെങ്കിൽ പിന്നെ മുഖം ഒന്ന് കഴുകാമല്ലോ എന്ന് വിചാരിച്ച് ബക്കറ്റിലുള്ള വെള്ളം തപ്പുന്നുണ്ട്. അങ്ങനെ കപ്പി എടുക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് കപ്പ്. അങ്ങനെ ആ വെള്ളം പോവും. അതിനുശേഷം ടാപ്പ് തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട് അശ്വിൻ വെള്ളം വരുമോയെന്ന്. ഇല്ല. അവസാനം അശ്വിൻ ശ്രുതി വിചാരിച്ച പോലെ വിളിക്കുന്നുണ്ട്. പക്ഷെ ശ്രുതി അത് കേൾക്കാത്ത പോലെ ഇരിക്കുവാണ്. എന്നിട്ട് ശ്രുതിയാണെങ്കിൽ തൻ്റെ പ്ലാൻ സക്സസ് ആയല്ലോ എന്നുള്ള ആ സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അമ്മായി അങ്ങോട്ട് വരുന്നത്. അമ്മായി ഈ ഒച്ച കേട്ടിട്ടാണ് വരുന്നത്. അങ്ങനെ അമ്മായി ചോദിക്കുന്നുണ്ട്, ദാ അശ്വിമോൻ വിളിക്കുന്നു, നീ എന്താ ചോദിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി എന്താ സാർ എന്ന് പറഞ്ഞ് ഒന്നും അറിയാത്ത പോലെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, വാഷ്റൂമിൽ വെള്ളം തീർന്നു, ഞാൻ കയറുന്ന ഒരു വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ വെള്ളം വരുന്നില്ലെന്ന്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ സാർ ഒരു ബക്കറ്റ് വെള്ളമൊക്കെ പിടിച്ച് വെക്കേണ്ടതല്ലായിരുന്നോ? ഇവിടെ ഇങ്ങനെയാണ് സാർ, 9 മണി കഴിയുമ്പോൾ പിന്നെ വെള്ളം വരത്തില്ല, പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോഴേ വെള്ളം വരും എന്ന് ശ്രുതി പറയുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ട് അമ്മ വരുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാൻ ശ്രുതി, നമ്മുടെ കിച്ചണിൽ ഒരു ബക്കറ്റ് വെള്ളം ഇരിപ്പുണ്ട്, അതെടുത്ത് കൊടുക്കുക അശ്വിമോന്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ, ഇപ്പോൾ അതെടുത്ത് കൊടുത്താൽ നമ്മൾ പിന്നെ എന്ത് വെച്ച് ഫുഡ് ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയും പറയുന്നുണ്ട്, അതേ പ്രമീളേച്ചി, അങ്ങനെ അതെടുത്ത് കൊടുത്താൽ പിന്നെ അശ്വിന് സമയത്ത് ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് അശ്വിൻ പറയുന്നത്, ശ്രുതി എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ, നമ്മുടെ വരുൺ ദേവനോട് പറയേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ പറയുന്നത്, നീ വരുണിൻ്റെ അടുത്തോ ആഴത്തെങ്കിലും വിളിച്ച് പറയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അവയുടെ നമ്പർ എൻ്റെ ഇല്ലല്ലോ എന്ന്. അപ്പോഴത്തെ അശ്വിൻ പറയുന്നത്, നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. അതെ, അവയുടെ നമ്പരില്ല, അവർക്ക് ഫോണും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ പറയും, നീ എന്താ ശ്രുതി പറയുന്നതെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, അല്ല, മഴ പെയ്യ്ക്കുന്ന ദൈവം ഉണ്ടല്ലോ, പുള്ളിയുടെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ ആണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും അമ്മയും പൊക്കും, ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെ പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം ശ്രുതി അശ്വിൻ്റെ വാഷ്റൂമിൻ്റെ ഡോറിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, സാർ ഈ കഥവൊന്ന് തുറന്നേന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ കഥവ് തുറന്ന് വരുന്നുണ്ട്. അശ്വിൻ ഈ മൊത്തത്തിൽ ഇങ്ങനെ സോപ്പ് പോലെ നിൽക്കുന്ന കാണുമ്പോൾ ശ്രുതിക്ക് ചിരി വരുന്നുണ്ട്. പക്ഷേ ശ്രുതി ചിരിക്കാതെ തന്നെ അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സാർ ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ വാ, ഞാൻ സാറിന് വെള്ളം കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട്. സാറിന് ഭാഗ്യം ഉണ്ടെങ്കിൽ വെള്ളം കിട്ടും, എൻ്റെ കൂടെ വന്നോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അശ്വിനെ പിടിച്ചുകൊണ്ട് ശ്രുതി പോകുന്നുണ്ട്. അങ്ങനെ അശ്വിനെ പിടിച്ചുകൊണ്ട് ശ്രുതി പോകുന്ന വഴിയിലൊക്കെ അശ്വിന് കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അശ്വിൻ ചെയറിലോ അതിലൊക്കെ തട്ടി വീഴുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ ചോദിക്കുന്നുണ്ട്, വാട്ട് ആർ യു ഡൂയിങ് ശ്രുതി എന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സാർ എൻ്റെ കൂടെ വന്നോ, പെട്ടെന്ന് സാറിന് വെള്ളം വേണമെങ്കിൽ എൻ്റെ കൂടെ വന്നോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അശ്വിൻ ശ്രുതി പറയുന്നത് കേട്ട് പോകുന്നുണ്ട് കൂടെ. പിന്നീട് ചെരുപ്പ് പോലും ഇടാതെയാണ് അശ്വിൻ ഈ റോട്ടിൽ കൂടെ നടക്കുന്നത്, ആ പൈപ്പ് ലൈൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ചെറുക്കന് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങോട്ടാണ് സാറിനെ കൊണ്ട് ചേച്ചി പോകുന്നത്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, കുളിമുറിയിൽ വെള്ളം തീർന്നു പോയി, അതാണ്. അപ്പോഴത്തേക്ക് ആ ചെറുക്കൻ പറയുന്നുണ്ട്, ശരി ചേച്ചിന്ന്. അങ്ങനെ അശ്വിനെയും കൊണ്ട് നടന്ന് ശ്രുതി ആ പൈപ്പ് ലൈനിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അശ്വിൻ്റെ മനസ്സിൽ അപ്പുറത്തെ കുളിമുറിയിലേക്ക് എങ്ങാണ്ടാകും ശ്രുതി കൊണ്ടുപോകുന്നതെന്നുള്ള വിചാരമാണ്. അശ്വിൻ അറിയത്തില്ലല്ലോ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലോട്ടാണ് അശ്വിനെ കൊണ്ട് നിർത്താൻ പോകുന്നതെന്ന്. അശ്വിൻ്റെ ഒരു ഗതികേടെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് ശ്രുതിയെ അശ്വിനെ കാണിക്കുന്നുണ്ട്. അവരങ്ങനെ ആ പൈപ്പ് ലൈനിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ചേച്ചിമാരാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇതാരാ? അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അല്ല ചേച്ചിമാർ, ഇങ്ങനെ എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഇതാരാന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, ഇതെൻ്റെ ഭർത്താവാ, ഇദ്ദേഹം കുളിക്കാൻ കയറിയായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ സുമ ചേച്ചി, നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാരുടെ ഒരു കാര്യം, 9 മണിയാകുമ്പോൾ വെള്ളം തീരുമല്ലോ, അതറിയാതെ ഇദ്ദേഹം പോയി കുളിക്കാൻ കയറി, പിന്നെ ബാക്കി കുളി പൂർത്തിയാക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കിങ്ങനെ ഒരു പമ്പ് ഹൗസ് ഉള്ളത് തന്നെ വലിയ കാര്യമാണല്ലോ, എന്തായാലും നന്നായി. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി വെള്ളം ഒഴിക്കുന്നു. ആ സമയത്ത് ശ്രുതി, അയ്യോ അത് ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞ് വെള്ളം എടുത്തൊഴിക്കുന്നുണ്ട് പുറത്തേക്കൊക്കെ.
പിന്നെ ശ്രുതി അശ്വിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നിൻ്റെ ഭർത്താവ് മെലിഞ്ഞിട്ടാണല്ലോ എന്നൊക്കെ. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട ചേച്ചി, ചേച്ചിയുടെ കുട്ടികളുടെ അടുത്ത് പോയി ചോദിച്ചു നോക്ക് ഈ എൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു കരുത്തിനെക്കുറിച്ച്. ഇന്ന് രാവിലെ എൻ്റെ ഭർത്താവ് സിംഗിൾ ഹാൻഡിൽ 25 പുഷപ്പാണ് എടുത്തത്, അതറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി വെള്ളം ഒഴിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി ഓരോരുത്തരുടെ അടുത്തായിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന തിരക്കിലായിരിക്കും. ആ സമയത്തൊക്കെ അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട്, ശ്രുതി വെള്ളം ഒഴിക്കുന്നത്. അങ്ങനെ ഒരു 5-6 പേരടുത്തൊക്കെ ശ്രുതി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. പിന്നീട് അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി ഒന്ന് എൻ്റെ മുഖത്തേക്ക് കുറച്ച് വെള്ളം എടുത്തൊഴിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി അവസാനം മുഖത്തേക്ക് കുറേ വെള്ളം എടുത്തൊഴിക്കുന്നുണ്ട്. അങ്ങനെ അശ്വിൻ കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അശ്വിൻ അറിയുന്നത്. ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് അശ്വിൻ ചോദിക്കുന്നുണ്ട് ശ്രുതിയടുത്ത്, വാട്ട് ദ ഹെൽ, ഇതേതാ സ്ഥലം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഈ കോളനിയുടെ എല്ലായിടത്തും വെള്ളം തീർന്നാലും ഈ പമ്പിൽ മാത്രം വെള്ളം തീരില്ല, കോർപ്പറേഷൻകാർ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തന്ന പമ്പാന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അശ്വിൻ അങ്ങ് എന്തോ പോലെ ആയി പോവാണ്. കാരണം ഇത്രയും കോടീശ്വരനായിട്ടുള്ള അശ്വിൻ സായിറാം ഈ പമ്പിൻ്റെ മൂട്ടിൽ നിന്ന് കുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിലും വലിയ നാണക്കേടുണ്ടോ? ഇങ്ങനെ നാണക്കേടി മുങ്ങി നിൽക്കുന്ന അശ്വിൻ്റെ അടുത്ത് ഒരു സ്ത്രീ പറയുന്നുണ്ട് അവിടെ നിൽക്കുന്നത്, മോനൊരു കാര്യം ചെയ്യും, നാളെ തൊട്ടൊക്കെ രാവിലെ വന്നാൽ മതി, രാവിലെ ആകുമ്പോൾ വലിയ തിരക്കില്ലാതെ കുളിച്ചിട്ട് പോകാം എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു സ്ത്രീ പറയുന്നുണ്ട് ശ്രുതിയെടുത്ത്, ശ്രുതിമോളെ ഇതാ ചെവിയുടെ അവിടെയൊക്കെ സോപ്പിരിക്കുന്നു എന്ന്. ഇതൊക്കെ കേട്ട അശ്വിൻ അങ്ങ് മതിയായി നിൽക്കുവാണ്. പിന്നീട് ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ പുറത്തേക്ക് കുറച്ച് വെള്ളം കോരി ഒഴിക്കുന്നുണ്ട്. അശ്വിൻ ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്തേക്കും പിന്നെയും ശ്രുതി വെള്ളം ഒഴിക്കുന്നത്. അങ്ങനെ ശ്രുതി അടുത്ത തവണ വെള്ളം കോരുന്ന സമയത്ത് ശ്രുതിയുടെ കൈയുള്ള കപ്പ് ഒറ്റ തട്ടായിരിക്കും അശ്വിൻ. എന്നിട്ട് അശ്വിൻ പോകുന്നുണ്ട് തിരിഞ്ഞ്. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഓടിച്ചെന്ന് കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, അങ്ങോട്ടല്ല സാർ, ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിനാണെങ്കിൽ ശ്രുതിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ എന്നെ ഇവിടെ നിർത്തി കുളിപ്പിച്ചല്ലേടി, പബ്ലിക്കായിട്ട് എന്നെ നിർത്തി കുളിപ്പിച്ചതിന് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അശ്വിൻ. അശ്വിൻ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണെങ്കിൽ അവിടെ കറണ്ടില്ല. അങ്ങനെ അശ്വിനാണെങ്കിൽ ലാപ്ടോപ്പിൽ എല്ലാം നോക്കുമ്പോഴത്തേക്ക് ചാർജും ഇല്ല. അങ്ങനെ അശ്വിൻ പറയുന്നുണ്ട്, ഓ ഇതെന്തൊരു കഷ്ടമാണ്, കറണ്ടില്ല, കാറ്റില്ല, വെള്ളമില്ല, ഇതെന്താ നരകോ, ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണോ എന്തോ ജീവിക്കുന്നത്, മനുഷ്യന് ഭ്രാന്തെടുത്തിട്ട് വയ്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും അവിടെ കറണ്ട് വരുന്നത്. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ അമ്മ ഇതാ കറണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, സാർ കറണ്ട് വന്നു എന്ന്. അപ്പോൾ അശ്വിൻ ദേഷ്യപ്പെടുന്നുണ്ട്, എനിക്ക് കണ്ണ് കാണാം, ചെവിയും കേൾക്കാം, എനിക്ക് മനസ്സിലായി കറണ്ട് വന്നെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ദാ അമ്മായി അവിടെ നല്ല ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തേങ്ങ അരച്ച ചമ്മന്തി, കൈപ്പയ്ക്ക കൊണ്ടാട്ടം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കൈപ്പയ്ക്ക കൊണ്ടാട്ടം ഡയബറ്റീസിന് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അശ്വിനാണെങ്കിൽ കൈപ്പയ്ക്ക കൊണ്ടാട്ടോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതൊക്കെ മനുഷ്യൻ കഴിക്കുന്നത് തന്നെ എന്നുള്ള രീതി. കാരണം അശ്വിൻ ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുന്നത് തന്നെ. ശ്രുതി പോയി കഴിഞ്ഞ് അശ്വിൻ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ, ഞാൻ എന്തായാലും ഫുഡ് ഓർഡർ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു ഫോൺ എടുത്ത് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ പറയുന്നത്. ഇനി പ്രമോസ് റിവ്യൂസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.